ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണനാണേ. നിങ്ങൾ മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്കും രാത്രിയും അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനം കഴിക്കാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ശ്രീ ഗണേശ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അമ്പലത്തിൽ വരുമ്പോഴെല്ലാം നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ ഫുഡുകളാണ് കേട്ടോ അവരിവിടെ സെർവ് ചെയ്യുന്നത്. ഞങ്ങൾ സ്ഥിരം കഴിക്കാറുള്ളൊരു ഡിഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മസാല ദോശയും അത്യാവശ്യം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ അവരിവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത്. പൂരി മസാലയല്ല, മസാലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സൈഡ് ഡിഷ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള മസാലയാണ് അവരിവിടെ നമുക്ക് സെർവ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഇവിടുത്തെ മസാല ദോശയാണ് കേട്ടോ. മസാല ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈസൂർ മസാല ദോശയുടെ അതേ രുചിയിലും അതേ ക്വാളിറ്റിയിലാണ് ഈ ഒരു മസാല ദോശ ചെയ്യുന്നത്. മസാല ദോശയ്ക്കുള്ളിൽ അവർ സ്പെഷ്യൽ ഒരു ചട്നിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും ചമ്മന്തിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ലെവൽ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ മൂകാംബികയിൽ വരുമ്പം ഈ ഒരു ഹോട്ടലിലെ ഫുഡൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. സ്പെഷ്യലി മസാല ദോശയാണ് കേട്ടോ. അമ്പാടിക്കും ശിവാനിക്കും മസാല ദോശയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ രാത്രി ആയിരുന്നാലും ഉച്ചയ്ക്ക് ആയിരുന്നാലും നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ തൊട്ടു പുറകിലുള്ള അന്നദാന മണ്ഡപത്തിൽ നിന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. രാത്രി ഉച്ചയ്ക്കും സെപ്പറേറ്റാണ് കേട്ടോ അവർ ഫുഡ് ഉണ്ടാക്കി തരുന്നത്. രാത്രി ചെന്ന് കഴിഞ്ഞാൽ സാമ്പാറും രസവും മോരൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പായസത്തോടു കൂടി നല്ലൊരു അന്നദാനം കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ഹൈജീനിക്കിലാണ് അമ്പലത്തിലെ അന്നദാനം അവർ സെർവ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഉച്ചയ്ക്കും രാത്രിയിൽ. ഞങ്ങൾ എപ്പോഴും ചെന്നാലും രാത്രി ഉച്ചയ്ക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളത്. മൂകാംബികയിലെ അന്നദാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ് കേട്ടോ.